ആൻഡ് ജെന്റിൽമെൻ, ഈ വർഷത്തെ മേ ക്വീൻ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങി വിജയിച്ച മിസ് ലിയോണ ഡിസൂസയ്ക്ക് കിരീടമണിയിക്കാൻ ആരാധ്യനായ ക്യാബിനറ്റ് മിനിസ്റ്റർ മിസ്റ്റർ ശങ്കർദാസ് അവറുകളെ ക്ഷണിക്കുന്നു. സാർ, 5 കൊല്ലമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. ഈ ശമ്പളം ഒന്ന് കൂട്ടിത്തരാൻ പറയണം. മിസ്റ്റർ ലോബു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ശമ്പളത്തിന് ജോലി ചെയ്താൽ മതി. ഇതിൽ കുറവ് ശമ്പളത്തിന് ജോലി ചെയ്യാൻ ഇവിടെ ദിവസവും ധാരാളം പേര് വരുന്നുണ്ട്. അതുകൊണ്ടല്ല സാർ, വീട്ടിലെ ബുദ്ധിമുട്ടുകളും മറ്റും. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മുതലാളി എന്തിനറിയണം ലോബോ? എന്തായാലും സാറൊന്ന് പറഞ്ഞു നോക്കണം. ശരി, ലോബോയ്ക്ക് വേണ്ടി ഞാനൊന്ന് ശ്രമിക്കാം. താങ്ക് യു സാർ. മമ്മി. ഹലോ ഗ്രേസ്. ഹലോ. മമ്മി. യെസ്. വൺ ഗ്ലാഡ് ന്യൂസ് മൈ സൺ. നീ അറിഞ്ഞോ, ഇപ്രാവശ്യത്തെ ബ്യൂട്ടി ക്വീൻ മത്സരത്തിന് നമ്മുടെ ലിയോണയ്ക്കാണ് 1ാം സമ്മാനം. ക്യാബിനറ്റ് മിനിസ്റ്ററാണ് സമ്മാനദാനം നിർവഹിച്ചത്. നീ കൂടി വേണ്ടതായിരുന്നു. കൺഗ്രാറ്റുലേഷൻ ലിയോണ. താങ്ക് യു. അടുത്ത മിസ് ഇന്ത്യ മത്സരത്തിന് നമുക്ക് ലിയോണെ പങ്കെടുപ്പിക്കണം. മമ്മി, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ബ്യൂട്ടി കോntest. യു ഫൂൾ. നിനക്കറിയാമോ, ഐ വാസ് ദ ബ്യൂട്ടി ക്വീൻ ഓഫ് കൊച്ചിൻ ഇൻ 1950. ആയിടയ്ക്കുള്ള മിസ് ഇന്ത്യ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ എല്ലാവരും എന്നെ നിർബന്ധിച്ചതാ. പക്ഷെ മമ്മിയും പപ്പയും സമ്മതിച്ചില്ല. ആ ദുഃഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. മമ്മി, അവളെ നിർബന്ധിക്കണ്ട. എന്റെ സൗന്ദര്യം നാട്ടുകാരെല്ലാം കാണിക്കാൻ എനിക്കിഷ്ടമല്ല. മിണ്ടാതിരുന്നോ? നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ആ മമ്മി, പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അടുത്ത പർച്ചേസ് ക്രിസ്മസിന് മാത്രം. ആ ലോബോ, ഐ ഫോർഗോട്ട് വൺ തിങ്. ലിയോണയ്ക്ക് നെയിൽ പോളിഷും ക്രീമും വാങ്ങണം. സോറി മമ്മി, ഈ മാസത്തെ ശമ്പളത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല. അയ്യോ, അത് പറ്റില്ലല്ലോ സൺ. ഈ മമ്മിക്ക് എപ്പോഴും ലിയോണെ കുറിച്ച് മാത്രമേ ശ്രദ്ധയുള്ളൂ. ലീവ് ഇറ്റ് ഗ്രേസ്. ആ മമ്മി, ലെറ്റ് us have food. Come on Grace, come on. Excuse me, you Leona? Is it make you? Yes. Glad to meet you. I am Rita, MD of Rita's Enterprises Group. Daily swimming ന് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ. By the way. Oh. Nice mission. ലിയോണ ഇപ്പൊ എന്ത് ചെയ്യുന്നു? I just completed my degree. ലിയോണയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു ജോബ് ഓഫർ ചെയ്യുന്നു. I am very happy. ഞങ്ങളുടെ മെയിൻ ബിസിനസ് മോഡലിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ലിയോണെ പോലൊരു മോഡലിന് നല്ല പ്രതിഫലം തരാം. സോറി മാഡം, അതുപോലൊരു ജോലിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. താങ്ക് യു ഫോർ യുവർ ഓഫർ. ലിയോണയ്ക്ക് ആവശ്യം തോന്നുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാം. മൈ നമ്പർ 36369. I don't think so much. ഗുഡ് മോർണിംഗ് ലിയോണ. What do you want? ഞാൻ എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ അത് നേരിട്ട് ചോദിക്കും. ദാറ്റ് ഈസ് മൈ സ്പെഷ്യാലിറ്റി. ഐ ലൈക്ക് യു. അലക്സ്, വഴി മാറൂ. നോ, അലക്സ് ആഗ്രഹിച്ച കാര്യം സാധിച്ചിട്ടേ പോകൂ.
സുന്ദരിയാണെന്ന ഭാവം വേണ്ട മെത്യു. ഇന്നല്ലെങ്കിൽ നാളെ അലക്സ് വിചാരിച്ചത് നടത്തിയിരിക്കും. എന്നെ കുറിച്ച് അവർ എന്ത് വിചാരിച്ചു? ഇനി അവനെ ഞാൻ കാണട്ടെ. Idiot. Fool. ഈ മമ്മിയുടെ ഒരു ആഗ്രഹം കാരണം ഐ കാൻറ്റ് മൂവ് ഔട്ട്സൈഡ്. ഇനി വരട്ടെ. ബ്യൂട്ടി കോntest എന്നും പറഞ്ഞ്. ലിയോണ, എ ലെറ്റർ ഫോർ യു. എനിക്ക് വേണ്ട. ഏതെങ്കിലും തെമ്മാടിയുടെ ആവും. ബ്യൂട്ടി ക്വീൻ അല്ലേ? ഫാൻസ്. ആ, ഇതും ഒരു തെമ്മാടിയാ. ഏണസ്റ്റ് ഡ്യൂബിയ. റിയലി? പ്ലീസ് ഗിവ്. നോ, വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി ഞാൻ തരില്ല. ഗ്രേസ്, എന്റെ സ്വീറ്റി അല്ലേ? ആഹാ, എന്നാലേ ആദ്യം ഞാൻ വായിക്കും. എന്താ ഇവിടെ? മമ്മി, എന്റെ ലെറ്റർ. ഗ്രേസ്, ലിയോണയുടെ എടുത്തു കൊടുക്ക. ഗമണ്ടല്ലേ, ബോയ് ഫ്രണ്ട്സിന്റെ എഴുത്തൊക്കെ എനിക്കും വരും. മിസ്റ്റർ ലോബോ, മൈ സൺ ഈസ് കമ്മിങ്. ക്രിസ്തുമസിന് മുമ്പ് അവൻ ഇവിടെ എത്തും. ഏണസ്റ്റ് വരുന്നുണ്ടോ? ആ, ഇത്തവണത്തെ ക്രിസ്തുമസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആഘോഷിക്കണം. വിത്ത് റോയൽ സല്യൂട്ട് ആൻഡ് ഷാമ്പയിൻ. ആ, ലോബോ, ഏണസ്റ്റ് വരുന്നുണ്ട്. ഇന്ന് അവന്റെ കത്ത് വന്നിരുന്നു. അങ്കിൾ പറഞ്ഞു. ആ, ലോബോ അറിഞ്ഞോ? കഴിഞ്ഞ അസംബ്ലിയില് ഞാൻ ചെയ്ത പ്രസംഗം കേട്ട് ക്യാബിനറ്റ് മന്ത്രിമാർ വരെ നാണിച്ചുപോയി. പ്രൈം മിനിസ്റ്റർ പല പ്രാവശ്യം എന്നെ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. ഓ, തുടങ്ങി അസംബ്ലി പ്രസംഗം. മൈ ഡാർലിംഗ്, ഐ നോ യു. ഇവിടെ കിടന്ന് തുള്ളുന്നതല്ലാതെ ഒരക്ഷരം പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയോ? ആഗ്നസ്, നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. അടുത്ത അസംബ്ലിയിൽ എന്റെ പ്രസംഗം ഫോട്ടോ സഹിതം ഫ്രണ്ട് പേജിൽ വരും. അങ്കിൾ, അടുത്ത തവണ അസംബ്ലിയിൽ പോകുമ്പോ ആന്റിയെ കൂടി ഒന്ന് കൊണ്ടുപോകണം. കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കൂടെ പോകും, തീർച്ച. അങ്കിൾ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ, ലിയോണിയോട് ഏണസ്റ്റിന്റെ കത്ത് വന്ന കാര്യം പറയാൻ മറക്കരുതേ. അതൊന്നും വേണ്ട. ഇവിടെ കത്ത് കിട്ടുന്നതിന് മുമ്പ് അവൾക്ക് കത്ത് കിട്ടി കാണും. 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുചേരുന്നു. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം കരുതിയിട്ടുണ്ട്? എല്ലാം. ലിയോണയുടെ മനസ്സും ശരീരവും എല്ലാം. വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാം തരാൻ നീ തയ്യാറാവുമോ? യു ക്രേസി. പിന്നെ എനിക്ക് 6 മാസത്തെ നീണ്ട ലീവ് ഉണ്ട്. വന്ന ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടത്തണം. ലീവ് കഴിയുന്നവരെയും ഹണിമൂൺ തന്നെ. ഹണിമൂൺ 6 months? നോ, ലീവ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഹൗ മെനി കിസസ് യു വാണ്ട്? 1000? 1000? 10,000? 10,000? Lakhs? Lakhs? Of course. ഒന്നും പിന്നെ നെറ്റിയിൽ. പിന്നെ ഇതൊരു ശല്യായല്ലോ. ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. എഴുത്ത് കിട്ടിയപ്പോഴും ഇങ്ങനെയുണ്ട്. അപ്പൊ ആളെ കൈ കിട്ടിയാലോ? മമ്മി. How are you, son? Hi, mummy. Ernest? ആ, എണസ്, നീ വരുന്നു എന്നറിഞ്ഞ അന്ന് മുതൽ നിന്റെ മമ്മി എന്നെ ഇവിടെ ഇരുത്തിയിട്ടില്ല. അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. ഡെയിലി പർച്ചേസ്. അസംബ്ലിയുടെ കാര്യം. ഓ, തുടങ്ങി അസംബ്ലിയും പ്രസംഗവും. യു ടേക്ക് റെസ്റ്റ്. വൈകുന്നേരം കാണാം. മമ്മിയോടും ഗ്രേസിനോടും അന്വേഷണം പറയും. ഷുവർ. നിനക്കിന്ന് ലഞ്ചിന് എന്ത് ഫുഡാ വേണ്ടേ? ചൈനീസ് വേണോ, റഷ്യൻ വേണോ, കെൻഡക്കി വേണോ, അല്ലെങ്കിൽ നിന്റെ മമ്മി സ്പെഷ്യലായിട്ട് സോസേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൈൽസിന് നല്ലതാ. ഐ ലൈക്ക് എനിത്തിങ് മമ്മി മേക്ക്.
നീ മർച്ചന്റ് നേവി എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ചുറ്റുന്നവനല്ലേ. നിനക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരും. താങ്ക് യു ഡാഡി. Come on, hurry up, darling. ലുക്ക്, ബ്രിങ് ഇറ്റ് ടു മൈ റൂം. Come on. Stop. Attention. Good. Now I want your measurements. Nice. Wow. Get steady, man. Well, that's good. Steady. Very nice. Head straight. Get steady, man. Whoa. Head straight. That's better. What's your weight? 85, sir. Good. Hands down. Put on your weight. Next, my chance. Attention. Very nice. Close your mouth. Be steady. Very good. Very nice. And what about? Be steady. Have any change? Any addition? 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ വരികയല്ലേ, നിനക്ക് എന്താ വേണ്ടത്? I just want you. Really? You got it. ഏണസ്റ്റ് വന്നു കഴിഞ്ഞാ പിന്നെ ലിയോണി ഇവിടെ ഒരു കാര്യത്തിന് കിട്ടില്ല. മമ്മി, ക്രിസ്മസിന് എന്തൊക്കെയാ വാങ്ങേണ്ടത്? നമുക്ക് 4 പേർക്കും ഓരോ ജോഡി ഉടുപ്പ്. പിന്നെ നീ ഒരു നല്ല ഷൂ വാങ്ങിക്കൂ. ആ, ലിയോണിയുടെ ഡ്രസ് കുറച്ച് നല്ലതായിക്കോട്ടെ. ലിയോണിക്ക് മാത്രം എപ്പോഴും നല്ല ഡ്രസ്. ഞാൻ എന്റെ ഡാഡിയുടെ സെക്കൻഡ് വൈഫിൽ ഉണ്ടായതാണോ? ഗ്രേസ്, നീ വിഷമിക്കണ്ട. ലിയോണയ്ക്ക് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റി തന്നെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. പോരെ? മാമേ, ഇതെല്ലാം ഏണസ്റ്റ് തന്നതാ. ലോബോന് ഒരു ഷൂ, ഷർട്ട്, ഗ്രേസിനും മമ്മിക്കും ഒരു ഫ്രോക്ക്, ഇത് എനിക്ക്. കൊള്ളാല്ലേ മമ്മി? കൊള്ളാം. ഇത് ഞാൻ കാർണിവല്ലേ ഇടുന്നുള്ളൂ. പെണ്ണിന്റെ ഒരു ഗമ. ബോയ് ഫ്രണ്ട് കൊടുത്തല്ലേ? പോടി ഇവിടുന്ന്. ആ ലിയോണ, ക്രിസ്മസ് ഡിന്നറിന് നമുക്ക് ഏണസ്റ്റിനെയും മമ്മിയും ഡാഡിയും ഇങ്ങോട്ട് ക്ഷണിക്കാം. മമ്മി, പാർട്ടിക്കുള്ള സാധനങ്ങൾ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. ഓക്കെ മൈസൺ. ഓക്കെ. ലോബോ, കുറച്ച് സോസേജസ് കൂടി വാങ്ങണേ. ഏണസ്റ്റിന് വലിയ ഇഷ്ടമുള്ളതാ. ഷുവർ, വാങ്ങാം. പ്രിയപ്പെട്ട മക്കളെ, മരുമക്കളെ, ഈ MLA ലൂയിസ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ എന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച എന്റെ പ്രിയമുള്ള വൈഫ് ആഗ്നസെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുമസ് മംഗളം നേർന്നുകൊണ്ട് എന്റെ ഈ എളിയ പ്രസംഗം ഞാൻ സമാഹരിക്കുകയാണ്. ലോബോ, കം ടു ദ പോയിന്റ്. നമുക്ക് ലിയോണയുടെയും ഏണസ്റ്റിന്റെയും മാരേജ് എന്നേക്ക് നടത്താം? എല്ലാം അങ്കിൾ തീരുമാനിച്ചാൽ മതി. ഏണസ്റ്റിന് ലീവ് ഇനി എത്രയുണ്ട്? 6 മാസം. 2 മാസം പറയട്ടെ. എന്തായാലും ശരി. അടുത്ത ക്രിസ്മസിന് ഏണസ്റ്റ് ഡുബിയറുടെ മകൻ ഡുബിയറുടെ, അതായത് എന്റെ ഗ്രാൻഡ് സണ്ണിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കണം.
വിരുന്നുമായൊരുങ്ങിടുന്നു രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി കേസരം കുളിർന്ന കേസരം പരാഗം സുരാഗം വിരുന്നുമായൊരുങ്ങിടുന്നു രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി രാഗേന്ദു പുൽകുന്ന തീരം രാവാട ചൂടുന്ന നേരം ആരോമൽ കിളി ആലോലം മിഴി ആരോമൽ കിളി ആലോലം മിഴി നാടുറങ്ങി നീ ഇറങ്ങി വായോ നാടുറങ്ങി നീ ഇറങ്ങി വായോ രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി കേസരം കുളിർന്ന കേസരം പരാഗം സുരാഗം വിരുന്നുമായൊരുങ്ങിടുന്നു രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി തൂമഞ്ചിരാതിന്റെ നാളം നാദങ്ങളാടുന്ന താളം ആമോദം സഖി ആവേശം സഖി ആമോദം സഖി ആവേശം സഖി നാണമുള്ള യാമമായി വായോ നാണമുള്ള യാമമായി വായോ രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി കേസരം കുളിർന്ന കേസരം പരാഗം സുരാഗം വിരുന്നുമായൊരുങ്ങിടുന്നു രാത്രിഗന്ധി നനഞ്ഞു നീ വിരിഞ്ഞു രാത്രിഗന്ധി ആ ഞാനില്ലാന്ന് കരുതി നമ്മുടെ കാർണിവൽ അലങ്കോലപ്പെടുത്തരുത്. അങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരാശ്വാസമായേനെ. എന്ത് ചെയ്യാനാ ബ്രദർ, ഒരു അവിശ്വാസ പ്രമേയം. ഒരേ ഒരു വോട്ട് മതി അത് തള്ളാനും കൊള്ളാനും. ഇപ്പൊ ബോൾ നമ്മുടെ കോർട്ടിലാ. ഒരൊറ്റ അടിക്ക് ഗോളാ. നമ്മുടെ സമുദായത്തിന്റെ എല്ലാ അവകാശങ്ങളും ഞാൻ എണ്ണി എണ്ണി വാങ്ങും. ആ ഇത്തവണ ഞാൻ അസംബ്ലി പോകുന്നത് തനിച്ചല്ല, ആഗ്നസും ഉണ്ട്. ഏതായാലും പ്രസംഗം കേൾക്കാൻ ഇത്തവണത്തെ കാർണിവൽ ഉപേക്ഷിക്കാന്ന് വെച്ചു. ഏണസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾക്കൊരാഗ്രഹമേ ഉള്ളൂ, കോമ്പറ്റീഷനിൽ വിജയിക്കുന്നവർക്ക് MLA തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് ഞാൻ ഏറ്റു. 1-ാം തീയതി അല്ലേ നമ്മുടെ ലീഡർ ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന പോലെ ഞാൻ പറന്നെത്തും. അതുപോലെ തന്നെ തിരിച്ചും പോകും. ഞങ്ങൾക്കത് മതി. കാർണിവലിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. ആ ഞങ്ങൾ വരട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ. ഒൺലി ഡേ ടൈം. രാത്രിയായാൽ ഞാനൊരു പാവ. ഒറ്റയ്ക്കിടന്ന് ഉറങ്ങാൻ കൂടെ പേടിയാ. അപ്പോ ഇന്ന് രാത്രി എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നത്. വലിയ ബംഗ്ലാവ്, ഒഴിഞ്ഞ മുറി, ഡാഡിയും മമ്മിയും തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു. വീട്ടിലൊരു പട്ടി പോലും ഇല്ല. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എന്നാൽ വളരെ ഉപകാരമായി. കൂട്ടിന് ഒരാളെ കിട്ടിയ പോരെ? ഓ ധാരാളം. എന്നാ ഞാൻ ലോബോനെ അയക്കാം. ഛേ, nonsense. Then what? ഞാനൊരു കാര്യം പറയാം. നീ വന്നാ മതി. എന്നിട്ട് എന്നിട്ട് നമ്മൾ കിടക്കും. എന്നെ പാട്ട് പാടി ഉറക്കും. എന്നിട്ട് ഏയ്
കാർണിവലിന് പോണ്ടേ? വേണ്ട, നമുക്ക് ഇന്ന് മുഴുവൻ ഒറ്റയ്ക്കിരിക്കാല്ല. ഞാനോ കാർണിവൽ ഇനി അടുത്ത ന്യൂ ഇയറിനെ ആഘോഷിക്കാൻ പറ്റും. മാരേജ് കഴിഞ്ഞ എന്താ പറ്റിയത് മോളെ? ലിയോണ വേണ്ട മോളെ, എന്ത് മോളെ? ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ലിയോണ കരയാതെ മോളെ. ലോബു, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ പിന്നെ വരാം. ശരി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നോ? ഇത്തവണ മുഖ്യൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു AC കമ്പാർട്ട്മെന്റ് ആണ് ഏർപ്പാട് ചെയ്തതെന്ന്. ഇത്തവണ അസംബ്ലിയിൽ 2 മണിക്കൂറാണ് ഞാൻ ഇടതടവില്ലാതെ പ്രസംഗിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ ബാക്കി ഞാൻ പറയണോ? വരുന്നു ഡാർലിംഗ്. മിസ്റ്റർ ലോബോ പോയിട്ട് നമ്മുടെ ആൾക്കാരെ, അതായത് നമ്മുടെ സമുദായക്കാരെ മുഴുവൻ വിളിച്ച് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും കേട്ടോ. ശരി അങ്കിൾ. നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ മുഖത്ത് നോക്കി കള്ളം പറയാൻ? അവിടെ ചെന്ന് ഒരു അക്ഷരം മിണ്ടാതെ തലയും കുനിച്ച് ഇരുന്നിട്ട്. എന്റെ പൊന്നു ഡാർലിംഗ്, മാനം കളയല്ലേ, ഒന്ന് പതുക്കെ പറ. നമ്മുടെ സണ്ണിത് അറിഞ്ഞാൽ അവൻ ഡാഡിയെ പറ്റി എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല ഡാഡി. കുറെ കാലം ആയില്ലേ ഡാഡിയുടെ ഈ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട്. വാട്ട് മൈ സൺ, നിന്റെ മുഖത്തെന്താ? ഒന്നുമില്ല ഡാഡി, കാർണിവലിൽ ചെറിയൊരു അടിയുണ്ടായി. അയ്യോ, എന്നിട്ടെന്താ? ഇവിടെ കുറച്ച് റൗഡികളുണ്ട്, അവരെ ശരിക്കൊന്ന് കൈകാര്യം ചെയ്തു. അയ്യോ എടീ, അവൻ MLA ലൂയിസ് ഡുബേറിന്റെ മോനാ. എന്റെ ഉശിരിന്റെ ഒരു അംശമെങ്കിലും അവന് കാണാണ്ടിരിക്കോ? എത്രണ്ണം ചത്തു മോനെ?
കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. കാർണിവലിൽ വെച്ച് ഏണസ്റ്റ് അലക്സിനെ അടിച്ചാൽ എനിക്ക് ദുഃഖമുണ്ട്. എനിക്കാരുടെയും സഹതാപം ആവശ്യമില്ല. അലക്സിനെ മർദ്ദിച്ചു എന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു. ആ വേദന അലക്സിനെ അറിയിക്കണമെന്ന് തോന്നി. വേദന എന്റെ ജീവിതത്തിലില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. ഐ എം എ പ്ലേ ബോയ്. അതുകൊണ്ട് തന്നെയാകാം ഞാൻ അലക്സിനെ ഇഷ്ടപ്പെടുന്നതും. നോ, എന്നെ ആരും ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. നോ, ദാറ്റ്സ് റോങ്. അലക്സ്, ഐ ലവ് യു. അലക്സ്. I love you. 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 നമ്മുടെ ബിസിനസിന് ലിയോൺ ഒരാവശ്യമാണ്. ഞാൻ ഒരിക്കൽ ആ കുട്ടിയെ ബുക്ക് ചെയ്യാൻ പോയിരുന്നു. പക്ഷേ അവൾ നമ്മുടെ ഓഫർ നിരസിച്ചു. അവൾ ആവശ്യപ്പെടുന്ന തുക കൊടുക്കാമെന്ന് പറയും. എന്നിട്ടും അവൾ വന്നില്ലെങ്കിലോ? തീർച്ചയായും വരും. ശങ്കരദാസ് ആഗ്രഹിച്ചതൊന്നും ഇന്ന് വരെ നേടാതിരുന്നിട്ടില്ല. നീ നാളെ തന്നെ പോയി ലിയോണെ കാണണം. പറയാൻ വിഷമമുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ഇനി ജോലിക്ക് വരണ്ട. നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല. മുതലാളിയുടെ ഓർഡറാണ്. ആ ലോബോ, നിങ്ങൾ അക്കൗണ്ടിന്റെ മുറിയിൽ പോയി കണക്കുകൾ നോക്കി ബാലൻസ് വാങ്ങിച്ചോളൂ. ഐ എം വെരി സോറി ലോബോ. നീ എന്ത് തെറ്റാ ചെയ്തത്? മമ്മി, 5 വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നും ഇന്നും ഒരേ ശമ്പളം. കുറച്ച് കൂട്ടിത്തരണമെന്ന് ഞാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? തെറ്റൊന്നുമില്ല. അതിൽ കുറച്ച് ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവർക്ക് വേറെ ആളെ കിട്ടി. വലിയ മുതലാളിമാരല്ലേ, അവരോട് എതിർക്കാൻ നമുക്ക് കഴിയുമോ? മമ്മി, എക്സ്കർഷന് പോകാനുള്ള രൂപ നാളെ തന്നെ കൊടുക്കണം. മറക്കല്ലേ. ഐ എം വെരി സോറി ഗ്രേസ്. എന്റെ ജോലി നഷ്ടപ്പെട്ടു. കുടുംബം തന്നെ പെരുവഴിയില്ല. അപ്പോഴവളുടെ ഒരു എക്സ്കർഷൻ. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. നോ ഗ്രേസ്, പഠിത്തം മുടക്കണ്ട. ഭൂവിന് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും. യു ഗോ. മിസ് ലിയോണയുടെ വീട് ഇത് തന്നെ. ലിയോണ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. വരൂ. മമ്മി, ലിയോണെ അന്വേഷിച്ച് ആരോ വന്നിരിക്കുന്നു.
ഹലോ. ടേക്ക് യുവർ ഓൺ സീറ്റ്. മമ്മി ഞാൻ പോട്ടെ. ഞാൻ റീത്ത എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ. എനിക്ക് ഒരു മോഡൽ ഗേളിനെ ആവശ്യമുണ്ട്. ലിയോണെ ഞാൻ ഒരിക്കൽ സമീപിച്ചിരുന്നു. ലിയോണ. യെസ് മമ്മി. ഹലോ. ലിയോണയോട് ഞാനൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോഴെന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ശമ്പളം തരും. അഗ്രിമെന്റ് കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ അഡ്വാൻസും. ഞാൻ എന്നെ പറഞ്ഞല്ലോ എനിക്ക് കഴിയില്ലെന്ന്. ലിയോൺ ആലോചിക്കാതെ പറയുകയാണ്. ഒരു മോഡൽ ഗേളിന്റെ ഇന്നത്തെ അന്തസ് ഒരു സിനിമാ താരത്തിനേക്കാൾ ഉയർന്നതാണ്. എനി ഹൗ ഐ കാൻ ഡു ഇറ്റ്. റീത്ത ജസ്റ്റ് എ മിനിറ്റ്. ലിയോണ വരൂ. ലോവോ നീ എന്ത് വിഡിത്തമാടി പറയുന്നത്? നല്ലൊരു ജോബ് കൈ കിട്ടിട്ട് നിഷേധിക്കുന്നോ? ലോബോ നീ എന്ത് പറയുന്നു? എനിക്കും ലിയോണ ഈ ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അത് അവൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഒന്നും കമ്പൽ ചെയ്യില്ലായിരുന്നു. ഈ വീട് പട്ടിണി കിടക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ്. ലിയോണ, ഞാൻ അവർക്ക് വാക്ക് കൊടുക്കാൻ പോവുകയാണ്. മമ്മി ഒന്നും പറയണ്ട. 1 വർഷത്തേക്കല്ലേ, അതിനുള്ളിൽ ലോബോയ്ക്ക് ഒരു ജോലി കിട്ടും. വാ, എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്ക്. മിസ് റീത്ത, വി എഗ്രി. എന്നാൽ ഈ അഗ്രിമെന്റ് ഒപ്പിട്ടുള്ളൂ. 1 വർഷത്തേക്ക്. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് നിനക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യാമായിരുന്നില്ലേ? ദേഷ്യപ്പെടരുത്. മമ്മി നിർബന്ധിച്ചപ്പോ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ നിന്റെ ആരാ? വേറെ ഒരു അയൽക്കാരൻ അല്ലേ? ഏണസ്റ്റ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓ, ഞാൻ പറയുന്നതാണ് തെറ്റ്. എന്നോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നീ എന്നോട് അന്വേഷിക്കുമായിരുന്നു. ഏണസ്റ്റ് ഒരു വശം മാത്രം ചിന്തിക്കുന്നു. അതെ, നിന്നെക്കുറിച്ച് എനിക്ക് ഒരു വശം മാത്രമേ ചിന്തിക്കാനുള്ളൂ. നീ എന്റെയും ഞാൻ നിന്റെയും. തിരമാലകളോട് മല്ലടിക്കുന്ന കപ്പലിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നീ മാത്രമായിരുന്നു മനസ്സിൽ. നിന്റെ ഓർമ്മകളാണ് എന്റെ വിരസത അകറ്റിയിരുന്നത്. ഇപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നിട്ടും നീ എന്നെ ഒരു അന്യനെ പോലെ കരുതി നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു. Stop it. എനിക്കും പറയാനുണ്ട്. ഏണസ്റ്റ് അകലെയായിരുന്നപ്പോഴും എനിക്ക് ഓഫർ വന്നതാണ്. ആരോട് അന്വേഷിക്കാതെ തന്നെ ഞാനത് നിരസിച്ചു. ഇന്ന് എന്റെ കുടുംബം നിരാധാരമാണ്. ഏണസ്റ്റിന് അറിയാമോ, ലോബോവിന്റെ ജോലി നഷ്ടപ്പെട്ടു. വീട്ടിൽ വേറെ വരുമാനമില്ല. സ്വന്തം വീടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊരു ജോലി സ്വീകരിച്ചു, തൽക്കാലത്തേക്ക് മാത്രം. അത് തെറ്റാണെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സോറി ലിയോണ, നീ കരയുന്ന കാണാൻ എനിക്ക് കഴിയില്ല. Okay. Just a minute. Yes, come in. വരൂ, ഇരിക്കൂ. ഓക്കെ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ലിയോണ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്റെ സ്റ്റുഡിയോ കാണിച്ചു തരാം. വരൂ. ഇതാണ് ഞങ്ങളുടെ ഇൻഡോർ സ്റ്റുഡിയോ. ഇന്ത്യയിൽ വേറൊരു അഡ്വർടൈസിംഗ് കമ്പനിക്കും ഇത്രയും വലിയൊരു സ്റ്റുഡിയോ ഇല്ല. റൂഫ് ടോപ്പിൽ നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട്. വരൂ, അങ്ങോട്ട് പോവാം. Okay. Prasida, come to your right. Little more. Okay. Ready? ലിയോണ, നല്ല മോഡലുകൾക്ക് ഫീൽഡിൽ വലിയ മാർക്കറ്റ് ഉണ്ട്. ലിയോണ ശ്രദ്ധ വെച്ച ഒരു നല്ല മോഡലാവാൻ കഴിയുമെന്നാ എന്റെ വിശ്വാസം. ഞാൻ ശ്രമിക്കാം മാഡം.
മിസ്റ്റർ വിശ്വനാഥ്, ജസ്റ്റ് എ മിനിറ്റ്. പ്രസീത, പ്ലീസ് കം ഹിയർ. മീറ്റ് മിസ് ലിയോണ, നമ്മുടെ പുതിയ മോഡൽ. ഹലോ. ഹലോ, ഇത് പ്രസീത. ഇത് ഞങ്ങളുടെ ഡയറക്ടറും ഫോട്ടോഗ്രാഫറുമായി മിസ്റ്റർ വിശ്വനാഥ്. ഹലോ. ആ, ലിയോൺ ഇവിടെ ഇരുന്ന് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കൂ. എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്. ഈ മോഡലിംഗ് എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ദേ ഇതുപോലെയാ. നമ്മുടെ ഡോക്ടറിലോ ഒരു മോഡൽ ഗേൾ ആവുന്നത് എനിക്കിഷ്ടമല്ല. അത് നിന്റെ അസൂയയാ. അവള് സുന്ദരി ആയതുകൊണ്ടല്ലേ അവൾക്ക് ജോലി കിട്ടിയത്. സൗന്ദര്യം കൂടിയാലും അപകട. എനിക്ക് കിട്ടിയത് നിന്നെ പോലെ ഒരു പൊണ്ണത്തടിയാ. അവനെങ്കിലും ഒരു നല്ല ഭാര്യയെ കിട്ടട്ടെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമ്മതം അല്ലെങ്കിൽ അയക്കണ്ട, തീർന്നല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. പണ്ടും ഇത് തന്നെയാ നിന്റെ സ്വഭാവം, ജലസി. ഏണസ്റ്റിന്റെ മമ്മിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചോളൂ. അതെനിക്കറിയാം. നീ എന്നല്ല, ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇതുപോലെയാ. സന്ദർഭത്തിനൊത്ത് ഒഴിഞ്ഞു മാറും. സീരിയസ് ആകാതെ. എന്റെ ഏണസ്റ്റ് അല്ലേ? ഡോണ്ട് ടച്ച് മീ, പ്ലീസ് ഗോ അവേ. യു മീൻ ഇറ്റ് റിയലി? യെസ്. സേ ദാറ്റ് അഗൈൻ. ഐ സേ ഗോ അവേ. ഓക്കേ, ഐ ആം ഗോയിങ്. ഏണസ്റ്റ്, ഞാൻ പോയാ പിന്നെ തിരിച്ചു വരില്ല. എന്നെ തിരിച്ചു വിളിക്കരുത്. ഒന്ന് പോടി പെണ്ണേ. ആർക്ക് വേണം നിന്നെ? Let me the pose. Leona, come to the final position. Please be seated. Okay. Shall we go for a take? Finally, you turn like this. I can't do it. Idiot. Let's off. I can't do, madam. I can't. What happened? I'm sorry. I can't do like this poses, madam. സാരമില്ല, ലിയോണിക്ക് ശീലമില്ലാത്തതിനാലാണ്. ഒരു മോഡൽ ഗേളിനെ കൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യം അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ വിറ്റഴിക്കുക എന്നതാണ്. ഉപഭോക്താവിന്റെ ശ്രദ്ധ പ്രൊഡക്ട്സിലേക്ക് തിരിച്ചുവിടാൻ ഒരു മോഡലിന് കഴിഞ്ഞാൽ അവ വിജയിച്ചു. ഇത്രയും വൾഗറായി പോസ് ചെയ്യണമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യില്ലായിരുന്നു. ലിയോണ, നിനക്കറിയാമോ, ഞാനൊരു മോഡൽ ഗേളായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. ഒരു നാട്ടിൻപുറത്തെ പത്രൂസിന്റെയും ഏലിയമ്മയുടെയും മകൾ റീത്ത. നിന്നെപ്പോലെ സ്വപ്നങ്ങൾ മാത്രം നെയ്തുകൊണ്ടിരുന്ന നാണം കുണുങ്ങി. ഞാൻ മോഡലായി നിന്ന ഫോട്ടോകളാണ് ഇതിൽ. ഇതുപോലെയുള്ള മോഡലുകൾക്കെല്ലാം പോസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. അന്ന് ലിയോണയെ പോലെ തന്നെ എന്റെ മനസ്സും വേദനിച്ചിരുന്നു. പിന്നീടത് എന്റെ ജോലിയുടെ ഒരു ഭാഗം മാത്രമായി കരുതി. അങ്ങനെയിരിക്കെ എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. അന്ന് ഈ സ്റ്റുഡിയോന്റെ ഓണർ മിസ്റ്റർ പ്രതാപ് ആയിരുന്നു. അദ്ദേഹം എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ
കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് തോന്നിയ ഒരു ദിവസം അദ്ദേഹം എന്നെ പിടിച്ച് ഈ കസേരയിലിരുത്തി എല്ലാ ചുമതലകളും എന്നെ ഏൽപ്പിച്ചു. ലിയോണ, ഞാൻ ഇന്ന് ആ പഴയ റീത്തയല്ല. ഒരു വലിയ സാമ്രാജ്യം ഞാൻ കൈയടക്കി. ഇവിടുത്തെ മന്ത്രിമാർ, നേതാക്കന്മാർ, വലിയ ബിസിനസ്സുകാർ, എല്ലാം എല്ലാം. എനിക്കിതൊന്നും വേണ്ട. അതൊക്കെ തോന്നലാണ്. നിനക്ക് സൗന്ദര്യമുണ്ട്, അതിനൊത്ത ശരീരവും. അത് ഉപയോഗശൂന്യമാക്കരുത്. ഇപ്പോഴേ നേടാൻ കഴിയൂ. നിന്റെ വീട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ജോലിയില്ലാത്ത ബ്രദർ, പഠിക്കുന്ന അനിയത്തി, എല്ലാത്തിനും പണം വേണ്ടേ? ആവശ്യത്തിനുള്ള സമ്പാദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ ജോലി നിർത്താമല്ലോ. മാഡം, ലിയോണ ഇന്ന് മൂഡ് ഓഫ് ആണ്. വീട്ടിലേക്ക് പോയിക്കോളൂ. ബാക്കി ജോലികൾ നാളെ. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല. ദിസ് ഇസ് മിസ് പ്രസീത, എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ഹലോ. ഹലോ. പ്രസീത്, ദിസ് ഇസ് ഏണസ്റ്റ്. ഞാൻ പറയാറില്ലേ, മൈ വുഡ് ബി. Would you like to come along with us? We will drop you on the way. Okay. Okay, come on.
പറ്റില്ല ഗ്രേസ്. കുരിശ് വരച്ച് കിടന്നോളൂ, ഉറക്കം വന്നോളും. മിനിസ്റ്റർ ശങ്കർദാസ് എന്റെ ഒരു കുടുംബ സുഹൃത്താണ്. ലിയോണയുടെ കാര്യത്തിൽ എനിക്ക് വളരെ താല്പര്യമുണ്ട്. മറ്റാർക്കു വേണ്ടിയും ഞാൻ അദ്ദേഹത്തോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ലോബോയ്ക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കുടുംബം രക്ഷപ്പെട്ടു. വിവരമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോബോയെ കൂടെ നമുക്ക് കൊണ്ടുപോകായിരുന്നു. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ലിയോണ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതി. നമുക്ക് ഉടനെ തിരിച്ചു വരാൻ കഴിയില്ലേ മാഡം? എത്ര തിരക്കുണ്ടായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം. ഉടനെ തിരിച്ചു വരികയും ചെയ്യാം. പാർട്ടിക്കും സാറിന്റെ പേരിൽ അവിശ്വാസമുണ്ട്. ആഹാ, പ്രതിപക്ഷം ഇതൊരു നല്ല സമയം എഴുത്തിരിക്കുകയാണ്. ശരിയാണോ? ഗുഡ് മോർണിംഗ് സർ. റീത്തയോ, വരൂ. ഈ കുട്ടി? ഇത് മിസ് ലിയോന. ഈ കുട്ടിയുടെ കാര്യമാണോ നേരത്തെ ഫോണിൽ സംസാരിച്ചത്? യാ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്റെ മുറിയിൽ പോയിരിക്കും, ഞാൻ ഉടനെ വരാം. ഓക്കെ സർ, വരൂ. പാർട്ടിക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ പേരിലുള്ള ആരോപണങ്ങൾ തെളിഞ്ഞിട്ട് വേണ്ടേ? എന്തായാലും അടുത്ത ആഴ്ച പാർട്ടി പ്രസിഡന്റ് വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. ടൈം ഈസ് ലേറ്റ്. സീ യു ടുമോറോ. ഓക്കെ സർ. ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്? ഈ കുട്ടിയുടെ സഹോദരൻ ജോലിയില്ലാതെ നിൽക്കുകയാണ്. സാറ് വിചാരിച്ച എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാമല്ലോ. പേര്? ലിയോണ എന്നല്ലേ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ വർഷത്തെ മേക്ക് ഇൻ കോൺടെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. സാറാണ് കിരീടം അണിയിച്ചത്. ഓ ശരി തന്നെ, ഞാൻ അങ്ങ് മറന്നുപോയി. സാർ, യെസ് കം ഇൻ. സാർ, മാഡത്തിനൊരു ഫോൺ കോൾ ഉണ്ട്. ജസ്റ്റ് എ മിനിറ്റ്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇപ്പോ വരാം. എന്തായാലും ലിയോണയുടെ കാര്യം ഞാൻ പരിഗണിക്കാം. താങ്ക് യു സർ. പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ആർക്കും ഒരു സഹായവും വെറുതെ ചെയ്തു കൊടുക്കാറില്ല. എന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിക്കും. പണമായിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ടോ. സർ, എന്റെ കയ്യിൽ പണം വേണ്ട. അല്ല, ഇത്രയും സൗന്ദര്യമുള്ള ഒരു ശരീരമുണ്ടല്ലോ. ലിയോണ, ബഹളം ഉണ്ടാക്കണ്ട. ആ കടക് തുറക്കില്ല. യു ആർ വെരി സ്വീറ്റ്. എന്നെ നശിപ്പിക്കരുത്. ഇല്ല കുട്ടി, മിനിസ്റ്റർ ശങ്കർദാസ് തൊട്ടതെല്ലാം പൊന്നാകും. Come on. ഞാനൊരു പാവമാണ്, എന്നെ വെറുതെ വിട്ടേക്കോ. അത് പാടില്ല. എന്നെ ഓർമ്മിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. വേണ്ട, ഇത്ര നല്ല ശരീരം വെറുതെ കേടാക്കണ്ട. യു ആർ എ ബ്യൂട്ടി ക്വീൻ. മാഡം എവിടെ ഇല്ലേ? ഉണ്ടല്ലോ, ബാത്റൂമിലെ. ഇരിക്കൂ.
ലിയോണ, നീ എപ്പോ വന്നു? എന്താ ലിയോണ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ഗുഡ് മോർണിംഗ് ലിയോണ. നിന്നെ കുറിച്ച് മിനിസ്റ്റർ സംസാരിച്ച് ഫോൺ താഴെ വെച്ചതേ ഉള്ളൂ. മിടുക്കി. മിനിസ്റ്റർക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇനി അവരെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക. അത് നിന്റെ ബുദ്ധിയും സാമർഥ്യവുമാണ്. എനിക്ക് അവനെ കൊണ്ട് നേട്ടമല്ല വേണ്ടത്, പിന്നെ അവന്റെ ജീവനാണ്. എന്നെ നശിപ്പിച്ചിട്ട് എന്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നു. ലിയോണ, നിന്റെ നല്ല കാലം തെളിഞ്ഞു. വാസ്തവത്തിൽ നീ എന്നെ സ്തുതിക്കണം. അദ്ദേഹത്തെ പരിചയപ്പെടാൻ എത്ര സ്ത്രീകളാണ് കൊതിക്കുന്നതെന്നറിയാമോ? നിന്നെ പോലുള്ള വേശ്യകൾക്ക് അയാളെ കൊണ്ട് ആവശ്യം കാണും. അതെ, ഞാൻ വേശ്യയാണ്. ലോകം കണ്ട വേശ്യ. എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവൾ. നിന്നെപ്പോലെ സുന്ദരികളായ വേശ്യകളെ സൃഷ്ടിക്കാനും കഴിവുള്ളവൾ. ഇല്ല, ഇനി നിനക്ക് ആരുടെയും ജീവിതം തകർക്കാനാവില്ല. വിശ്വനാഥ്, വിശ്വനാഥ്, ലിയോണ, നീ എന്നെ ഒരു വേശ്യയെന്ന് മുദ്രകുത്തി. പക്ഷേ നീ ഇപ്പോ ഒരു കൊലപാതക കൂടിയാണ്. എന്റെ ഫോട്ടോഗ്രാഫർ വിശ്വനാഥിനെ നീ കൊന്നു. നീയും നിന്റെ കുടുംബവും ഇതിനെല്ലാം എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. മാഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അബദ്ധം? കൊലപാതകം അബദ്ധമാണത്രേ. അതെല്ലാം കോടതി പറഞ്ഞാൽ മതി. പ്ലീസ് മാഡം, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്റെ കുടുംബത്തെ ഉപദ്രവിക്കരുത്. അവരിതറിയരുത്. അവരെ രക്ഷിക്കും മാഡം, പ്ലീസ്. നോ, എനിക്കാരെയും രക്ഷിക്കാൻ കഴിയില്ല. കഴിയും. മാഡത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. നിന്നെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആർക്കാണ് മാഡം? പറയൂ മാഡം, പ്ലീസ്. ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്ന, നിന്നെ സ്നേഹിക്കുന്ന മിനിസ്റ്റർ ശങ്കർദാസിന്. പറയുന്നതനുസരിക്കാൻ നീ തയ്യാറാണോ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ നീ തന്നെ ഫോൺ ചെയ്ത് പറയൂ. എനിക്കൊന്നിനും കഴിയുന്നില്ല. മാഡം തന്നെ പറഞ്ഞാൽ മതി. ശരി. ഹലോ, റീത്തയോ? ലിയോണ കൊലപാതകം ചെയ്തു വന്നോ? വെരി ഗുഡ്. ഞാൻ അവളെ രക്ഷിച്ചോളാം. അത് എന്റെ ആവശ്യമാണ്. ആ, ഓക്കെ, ഞാൻ ഉടനെ വരാം.
ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു. സാരമില്ല ലോബോ, ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ജോലി കിട്ടാതിരിക്കില്ല. ലിയോണെ ഈ ജോലിക്ക് അയക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. നിങ്ങൾക്ക് എന്നോട് കൂടി ഒരു വാക്ക് ചോദിക്കാമായിരുന്നു. മമ്മി നിർബന്ധിച്ചുകൊണ്ടായിരുന്നു. എല്ലാം സാഹചര്യമായിരുന്നുവല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരൂ, നമുക്ക് പോവാം. എന്ത് പറ്റി എന്റെ മോക്ക്? അവൾ ഒരിക്കലും ഇത്രയും വൈകാറില്ലല്ലോ. മമ്മി വിഷമിക്കാതിരിക്കെ, ലിയോണ വരാതിരിക്കില്ല. ചിലപ്പോൾ ഏണസ്റ്റുമായി എവിടെയെങ്കിലും പോയിരിക്കും. നിന്നെ പോലെയല്ല അവൾ. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്യാറുള്ളൂ. ആ ദേ, അവർ വന്നും തോന്നുന്നു. ഏണസ്റ്റ്, നിങ്ങളിവിടെ ലിയോണ വന്നില്ലേ? ഇല്ലല്ലോ. അവൾ എവിടെ പോയി മമ്മി? രാവിലെ ജോലിക്ക് പോയതാ, ഇതുവരെ എത്തിയില്ല. വരും ലോബോ, നമുക്ക് സ്റ്റുഡിയോ പോയി അന്വേഷിക്കാം. ആരാ? മനസ്സിലായില്ല. ഞാൻ ലിയോണയുടെ ബ്രദർ ലോബോ. ഓ, ഇത് ഏണസ്റ്റ്, അവളുടെ ബോയ് ഫ്രണ്ട്. എന്താ ഈ നേരത്ത്? ലിയോണ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അയ്യോ, ഇവിടെ നിന്നും 5 മണിക്ക് ജോലി കഴിഞ്ഞ് പോയതാണല്ലോ. ആ, എന്തോ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അതാവും വൈകിയത്. അപ്പോൾ ഞങ്ങൾ വരട്ടെ മാഡം. വരട്ടെ. ഏണസ്റ്റും ലോബം കൂടെ അന്വേഷിക്കാൻ പോയിട്ടുണ്ടല്ലോ. ഈ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർ പിടിച്ചോണ്ട് വരും. എന്റെ മോൻ ഈ ഭൂമി മുഴുവൻ ചുറ്റിയിട്ടുള്ളവനാ. ഒന്നും മിണ്ടാതിരിക്കും മനുഷ്യ. നിങ്ങൾക്കൊന്ന് പോയി അന്വേഷിക്കാൻ വയ്യായിരുന്നോ? എത്ര ജോലി ഉണ്ടായാലും ശരി, കൃത്യം 6 മണിക്ക് മുമ്പ് അവൾ വീട്ടിലെത്താറുള്ളതാണ്. ഞാനൊരു നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും അവൾ വരേണ്ട നേരം കഴിഞ്ഞല്ലോ. എന്റെ ദൈവമേ, എന്റെ മോക്ക് എന്തെങ്കിലും... മാർഗരറ്റ് വിഷമിക്കാതിരിക്കൂ, അവൾക്കൊന്നും സംഭവിക്കില്ല. ലിയോണ എത്തിയോ മമ്മി? ഇല്ലല്ലോ സൺ. സ്റ്റുഡിയോയിൽ നിന്ന് കൃത്യം 5 മണിക്ക് പോയി എന്നാണല്ലോ റീത്ത പറഞ്ഞത്. ഇനി എന്ത് ചെയ്യും ഏണസ്റ്റ്? ആ, ലിയോണയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രസീത. ഏതായാലും അവരോടും ചോദിച്ചു നോക്കാം. എനിക്കറിയില്ല. ഇന്നു കാലത്ത് സ്റ്റുഡിയോയിൽ വന്നിരുന്നു. എപ്പോഴാണ് പോയതെന്നറിയില്ല. അവൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിരുന്നോ? അത്... പ്രസീത, നിങ്ങൾ എന്താ ഒളിച്ചു വെക്കുന്നു? എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി അന്വേഷിച്ചില്ലേ? മാഡം പറഞ്ഞത് അവൾ ജോലി കഴിഞ്ഞ് 5 മണിക്ക് പോയി എന്നാണ്. പിന്നെ ഞാൻ എന്തു പറയാനാ? പ്രസീത, ഒരു സഹോദരന്റെ വിഷമം പ്രസീതയ്ക്ക് അറിയില്ല. ഈ വിഷമം സഹോദരിയെ ജോലിക്ക് അയക്കുമ്പോൾ വേണ്ടതായിരുന്നു. ആ സ്ഥാപനത്തെക്കുറിച്ചും അതിന്റെ നടത്തിപ്പുകാരെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതായിരുന്നു. പക്ഷേ പണം കണ്ടപ്പോൾ നിങ്ങൾ മറ്റെല്ലാം മറന്നുപോയി. ഇനി അവളെ അന്വേഷിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രസീത, വാട്ട് യു മീൻ? ഈ റീത്ത ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ നാട്ടിലെ സുന്ദരികളായ പെൺകുട്ടികളെ വിലക്കെടുത്ത് 1000 മടങ്ങ് ലാഭം ഉണ്ടാക്കാൻ അവരെ ഉപയോഗിക്കുന്നു. സൗന്ദര്യം ഒരു ലഹരിയായിരുന്ന കാലത്ത് അതിലൂടെ പേരും പ്രശസ്തിയും നേടാമെന്ന് ഞാൻ മോഹിച്ചുപോയി. അങ്ങനെയാണ് റീത്തയുടെ കമ്പനിയിൽ മോഡലായി ഞാൻ ജോയിൻ ചെയ്തത്. എന്റെ ജീവിതത്തിലെ ശപിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. യെസ് മാഡം, ഇരിക്കൂ. പ്രസീതയെ വിളിപ്പിച്ചത് ഈ ഇരിക്കുന്ന മിസ്റ്റർ രാജ്കമലിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയായിരുന്നു. ദിസ് ഇസ് മിസ് പ്രസീത. ഹലോ. അമേരിക്കയിലെ ട്രൂ വോൾഫ് കമ്പനിയുടെ ഇന്ത്യൻ പ്രതിനിധി. അദ്ദേഹത്തിന് പ്രസീതയുടെ ഫേമസ് മോഡലുകൾ ഒന്ന് നേരിൽ കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പ്രസീതയുടെ ജീവിതം അമേരിക്കയിലാവാം. പ്രസീത, പ്ലീസ് ഗെറ്റ് റെഡി. ഓക്കെ മാഡം. പ്രസീത, ഞാൻ പറഞ്ഞതുപോലെയുള്ള മോഡലുകൾ ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. വരാം. ഓക്കെ സർ? ഓക്കെ. Fine. Very good, very good. Oh, I'm sorry. It's all right. ഏണസ്റ്റ് ആയിരിക്കും. ഇന്ന് രാത്രിയും കൂടെ വരുന്നില്ല എന്ന് പറയാനായിരിക്കും. ഒരു രാത്രി സഞ്ചാരവും ഫ്രണ്ട്സും ഒക്കെ കുറെ കൂടുന്നുണ്ട്. ഇങ്ങോട്ട് വരട്ടെ. MLA സ്പീക്കിംഗ്.
അറസ്റ്റ് ചെയ്തെന്നു. എന്തിന്? കൊലപാതകം. നമ്മുടെ മോൻ കൊലപാതകം ചെയ്തു. നോ 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 ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അവൻ അങ്ങനെ ചെയ്യില്ല. ആ ആ ആ ഞാൻ വേണ്ടത് ചെയ്തോളാം. എന്നോട് എന്തിനു ചെയ്തു? I lost my Lobo, my Leona. ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? ഞങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കാറില്ലല്ലോ. എന്റെ ഏണസ്റ്റും ലോബോയും എനിക്ക് ഒരുപോലെയായിരുന്നു. എന്ത് ചെയ്യാ, വരുന്നതെല്ലാം അനുഭവിക്കാതിരിക്കാനൊക്കെ. മോളെ, ലിയോണയെ കാണാതായ വിവരത്തിനും ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ അഡ്വക്കേറ്റ് ജോണിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെയ്യാത്ത കുറ്റത്തെ അവനും എന്തുമാത്രം വേദനിക്കുന്നു. മാർഗരറ്റ്, എല്ലാ ദുഃഖവും ദൈവത്തിൽ സമർപ്പിക്കാം. മാനഭംഗം, കൊലപാതകം, ഭവനഭേദനം, ഇത് മൂന്നുമാണ് നിങ്ങളുടെ മകൻ ഏണസ്റ്റിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം. നോ, ഹി കാൻ ഡു ഇറ്റ്. എന്റെ മകന് ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വാധീനമുള്ള സ്ത്രീയാണ് മിസ് റീത്ത. ശരി എപ്പോഴും അവരുടെ ഭാഗത്തായിരിക്കും. ഞാനും ഒരു MLA ആണ്. അസംബ്ലിയെ കിടുകിട വിറപ്പിക്കുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. എനിക്കും ചിലതെല്ലാം ചെയ്യാൻ കഴിയും. സാർ ചൂടാവാതെ, കാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ് റീത്തയുടെ പിന്നിലുള്ളത്. ആരായാലും എന്തായാലും എന്റെ മകനെ ജാമ്യത്തിൽ ഇറക്കിയിട്ടേ ഞാൻ പോകൂ. മിസ്റ്റർ ജോൺ, വരൂ. ഇതാ കോർട്ട് ഓർഡർ. ഇത് സെക്യൂരിറ്റി ബോണ്ട്. ഇതിൽ ഒപ്പിട്ടോളൂ. മിസ്റ്റർ ഗോപി. യെസ് സർ. ഏണസ്റ്റിനെ ഇറക്കിക്കൊണ്ടുവരൂ. നാറിയ രാഷ്ട്രീയം. ഇവന്മാരൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് MLA ലൂയിസ് അടങ്ങും. മിസ്റ്റർ ഏണസ്റ്റ്, നിങ്ങൾക്ക് പോവാം. Come on, my son. My son. Ernest, my son. What happened to you? ഞാൻ ഈ കേൾക്കുന്നതെല്ലാം സത്യമാണോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? No. മമ്മി, ആഗ്നസ്, നീ അവനെ വിഷമിപ്പിക്കാതെ. ലിയോണയെ തട്ടിക്കൊണ്ടുപോയവരാണ് ലോബോയുടെ കൊലപാതകത്തിന്റെ പിന്നിലുള്ളത്. ഈ MLA ലൂയിസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മകനെ ഒരു പട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡി, ഡോണ്ട് വറി മൈ സൺ. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നിന്നെ ചതിയിൽപ്പെടുത്തിയവരോട് പകരം ചോദിക്കണം. ഇന്നുവരെ ഡാഡി ഒരു പാവം MLA ആയിരുന്നു. അസംബ്ലിയിൽ ഒരു പരാതിയുമില്ലാത്ത MLA. രാഷ്ട്രീയ കളികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന MLA. ഇന്നു മുതൽ ഐ വിൽ ഫൈറ്റ് അഗൻസ്റ്റ് ദം. ഈ അക്രമ രാഷ്ട്രീയത്തോട്, അനീതിയോട്. അഗ്നസ്, നീ അവനെ സമാധാനിപ്പിക്കും. ഗോ മൈ സൺ. ഹാവ് സം പീസ് ഓഫ് മൈൻഡ്. ഗോ. ഏണസ്റ്റ്, മൈ സൺ, നിനക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഡാഡിയുടെ റിക്വസ്റ്റ്, നീ ലിയോണയെ മറന്നേക്കൂ. ഇനി അവളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇറ്റ് ഈസ് ഫേറ്റ്. ഫർഗെറ്റ് ഹർ. വേണ്ട വേണ്ട. അയ്യോ. ഏണസ്റ്റ്, നിനക്കൊരു എഴുത്തുണ്ട്. ഒരു പഴയ കടങ്കഥ പോലെ എന്നെ മറന്നേക്കും. ഒരിക്കലും തിരിച്ചു വരാനാകാതെ ഏണസ്റ്റിന്റെ ലിയോണ അകന്നു പോയിരിക്കുന്നു. അകലെ വിധിയുടെ മുൾക്കൂട്ടിൽ ഞാൻ തടവിലാണ്. ഇനിയൊരു മോചനം ഉണ്ടായാൽ തന്നെ ഏണസ്റ്റിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ
എനിക്കാവില്ല. എന്തെന്ത് മോഹങ്ങളായിരുന്നു അല്ലേ, ഒരുപാട് പ്രതീക്ഷകളും. നമ്മൾ നെയ്തുണ്ടാക്കിയ സ്വപ്നങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ എല്ലാം ഇനി എന്റെ ഏകാന്തതകളെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കും. ഒരപേക്ഷ മാത്രം, ഒരിക്കലും എന്നെ ഓർമ്മിക്കാതിരിക്കുക. ഞാൻ എവിടെയാണെന്നും എനിക്കെന്ത് സംഭവിച്ചെന്നോ അന്വേഷിക്കാതിരിക്കുക. ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. മമ്മി എവിടെ? മമ്മി പള്ളിയിൽ പോയി. അതല്ലേ ഈ സമയത്ത് വരാൻ പറഞ്ഞത്. നീ മിടുക്കിയാണല്ലോ. എനിക്ക് നിന്നെ കാണണ്ട. നീയും കൂടി എനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിക്കോളാം. ചൂടാകാതെ മമ്മി. മമ്മി ഇന്ന് വരെ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നും ലിയോണയെ മാത്രം. എന്റെ ആവശ്യങ്ങൾ കണ്ടറിയാനും എന്നെ സ്നേഹിക്കാനും ഒരാളുണ്ടായപ്പോൾ ഞാൻ അയാൾക്ക് മുന്നിൽ എന്റെ എല്ലാം ഞാൻ കാഴ്ചവെച്ചു. അത് തെറ്റാണോ? സ്റ്റോപ്പ് ഇറ്റ്. മമ്മി എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെമ്മാടിയായിരുന്നു. പണ്ട് ലിയോണ എന്റെ ഹരമായിരുന്നു. ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഗ്രേസിനെ സ്നേഹിക്കുന്നു. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. മമ്മിക്ക് സമ്മതമാണെങ്കിൽ. അതെ, എന്നെ വിശ്വസിക്കാം. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം അല്പമെങ്കിലും ഇതൊരു പരിഹാരമായിരിക്കുമല്ലോ. Yes, come in. You? Yes, I am Ernest Dubier. ഇവിടെ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നാവും നീ ആലോചിക്കുന്നത്. What do you want? മാനഭംഗപ്പെടുത്തൽ, ഭവനഭേദനം, കൊലപാതകം എന്നിവയാണല്ലോ നീ എന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ. നോ, ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി പ്രവർത്തിക്കാൻ പോകുന്നു. ആദ്യമായി മാനഭംഗപ്പെടുത്തൽ. Remove your dress. What nonsense you say? I say remove it.
എന്നോടുള്ള സ്വാധീനം നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത് ഭവനഭേദനം. ഇനി കൊലപാതകം. ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്താൽ നിന്റെ കാഴ്ച 50% കുറയും. ഇവിടെ കൊണ്ടാൽ നിനക്കിനി കേൾക്കാൻ കഴിയില്ല. ഇവിടെ കൊണ്ടാൽ നിനക്കിനി ആരെയും ചുംബിക്കാനാവില്ല. Where is മെലിയോണ? പറയടി. I don't know. നിനക്കറിയില്ലേടി? ഞാൻ പറയാം. ലിയോണ മിനിസ്റ്റർ ശങ്കർദാസിന്റെ ചിദംബരം പാലസിലുണ്ട്. ആരാണ് ഏണസ്റ്റ് ലൂബിയർ? എനിക്കറിയില്ല സർ. ശങ്കർദാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാവാം, എന്നാൽ എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒരൊറ്റ ശത്രു പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടായവരൊന്നും ജീവിച്ചിരുന്നിട്ടുമില്ല. ഇപ്പോൾ ഒരു പുതിയ ശത്രു, ഏണസ്റ്റ്. അവൻ ഇനിയും ജീവിച്ചിരുന്നുകൂടാ. സർ, അരുത് സർ. എന്താ? ഏണസ്റ്റിന് ഒന്നും ചെയ്യരുത് സർ. അയാൾ നിന്റെ ആരാണ്? എന്റെ എല്ലാമായിരുന്നു. മിടുക്കി. എന്നാൽ അത് ആദ്യം പറയണ്ടേ? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഏണസ്റ്റിനെ ഞാൻ വെറുതെ വിടാം. പക്ഷേ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പറയൂ സർ, ഞാൻ എന്താണ് വേണ്ടത്? ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ഇന്നിവിടെ വരും. എനിക്കെതിരെയുള്ള ആരോപണങ്ങളുടെ രഹസ്യ ഫയലുകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്നെ ക്രൂശിക്കാൻ. ആ ഫയലുകൾ അദ്ദേഹത്തിൽ നിന്നും എന്റെ കൈകളിൽ എത്തിക്കാൻ നിനക്ക് കഴിയും. അതിന് ഞാൻ എന്ത് ചെയ്യണം സർ? എല്ലാം. അയാൾ ഇഷ്ടപ്പെടുന്നത് എന്തും. ഏണസ്റ്റ് ജീവിച്ചിരിക്കണമെങ്കിൽ നീ ഇതെല്ലാം ചെയ്തിരിക്കണം. തയ്യാറാണോ? ചെയ്യാം. ഏണസ്റ്റിന് വേണ്ടി ഞാൻ എല്ലാം ചെയ്യാം സർ. നൈസ് ഗേൾ. മിസ്റ്റർ ശങ്കർദാസ്, നിങ്ങൾ മിടുക്കനായ ഒരു നേതാവാണ്. നമ്മുടെ പാർട്ടി ഭരണത്തിലെത്താൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ ഭരണം തെറിച്ചു പോകാനും നിങ്ങൾ തന്നെ വഴിയൊരുക്കുന്നു. സർ, ഈ ആരോപണങ്ങൾ എന്നും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉള്ളതാണല്ലോ. അത് കള്ളമാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. ഇല്ല മിസ്റ്റർ ശങ്കർദാസ്, നിങ്ങളുടെ പേരിൽ വ്യക്തമായ തെളിവുകളുണ്ട്. അതും നിങ്ങളുടെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി. പിയും വളരെ ചൂടായിരിക്കുകയാണ്. ഇതെല്ലാം രേഖാമൂലമായ തെളിവുകളാണ്. ഈ രേഖകൾ ലീക്ക് ഔട്ട് ആവാതെ, പ്രതിപക്ഷവും പത്രക്കാരും അറിയാതെ പാർട്ടിയുടെ കയ്യിൽ എത്തിച്ചേരാൻ എന്ത് ത്യാഗം സഹിച്ചുവെന്ന് അറിയാമോ? ഇതെല്ലാം നശിപ്പിച്ചു കളഞ്ഞാൽ കാര്യം തീർന്നല്ലോ. അങ്ങനെ കഴിയില്ല. എല്ലാം PM കണ്ടു കഴിഞ്ഞു. ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെടാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ എന്ത് ചെയ്യണം സർ? നിങ്ങൾ നിർബന്ധമായി രാജിവെക്കണമെന്നാണ് PMന്റെ അഭിപ്രായം. PM എന്നോട് വൈരാഗ്യം ഉണ്ടാവും. അടുത്ത PM ടിക്കറ്റ് എനിക്കാവുമെന്ന് അദ്ദേഹത്തിന് സംശയം. അല്ലെങ്കിൽ ഇതിലും വലിയ അഴിമതികൾ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ടല്ലോ. ശങ്കർദാസ്, ഒരു കാര്യം പറയാം. ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ്. പ്രതിപക്ഷവും ഏതാണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്. സർ, വേണ്ടി വന്നാൽ ഞാൻ രാജിവെക്കാം. അത്രയല്ലേ വേണ്ടൂ? നമുക്ക് ആഹാരം കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം. വരും. ഒഴുകി സർ, ഞാൻ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ ആഘോഷിക്കണം. ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൂഡ് ശരിയാവില്ല. വരട്ടെ. താങ്ക് യു മിസ്റ്റർ ശങ്കർദാസ്.
ലിയോണ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. Come on. ഇരിക്കൂ. പക്ഷേ ഈ ശങ്കർദാസ് ഉണ്ടല്ലോ, അവൻ കള്ളന. അവനെ തെറിപ്പിക്കാൻ ഇന്ന് എനിക്ക് കഴിയും. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും ഈ പെട്ടിയിലുണ്ട്. ഇതിലൊരെണ്ണം ഏതെങ്കിലും പത്രക്കാരന്റെ കയ്യിൽ കിട്ടിയാൽ തീർന്നു. മതി ലിയോണ, ഇനിയും കുടിച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. Come on, Leona. Come on. ആ ശങ്കർദാസ് ആയിരിക്കും നമ്മുടെ മൂഡ് നശിപ്പിക്കാൻ. ഞാൻ അവനെ പറഞ്ഞയച്ചിട്ട് വരാം. Come on. ഹലോ, ശങ്കർദാസ് ഹിയർ. വാട്ട് നോൺസെൻസ്? ലിയോണ രക്ഷപ്പെട്ടെന്നോ? ശങ്കർദാസ് തോൽക്കില്ല. ഉടൻ ബ്ലാക്ക് കാറ്റിനെ വരാൻ പറയൂ. ആ, എങ്ങോട്ടാണ് ഈ യാത്ര? ഒരു ലക്ഷ്യമുണ്ട്. പ്രതികാരം. എന്തിന്? എല്ലാം തകർന്നിട്ടോ? അതാണ് എനിക്കറിയേണ്ടത്. ആരാണ് നിന്റെ ജീവിതം തകർത്തത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? Everything. I lost myself. നോക്കൂ, ഇപ്പോഴാവശ്യം ധൈര്യമാണ്. പിന്നെ മറ്റാരും അറിയാതെ താമസിക്കാൻ ഒരിടവും. പ്രസീത നമ്മളെ സഹായിക്കാൻ തോന്നുന്നു. ലിയോണ, നിനക്കെന്താ സംഭവിച്ചു? കൂടുതലൊന്നും ചോദിക്കരുത്. പ്രസീതയുടെ അനുഭവം തന്നെ ലിയോണയ്ക്കും. വരൂ. ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യം പ്രസീതയുടെ സഹായമാണ്. കുറച്ചു ദിവസത്തേക്ക് താമസിക്കാനൊരു സൗകര്യം. തീർച്ചയായും നിങ്ങളിലൂടെ എന്റെ പ്രതികാരം തീർക്കാൻ കഴിഞ്ഞാൽ, അതിന് നിങ്ങളെ സഹായിക്കാനായാൽ ഞാൻ സംതൃപ്തിയാണ്. ആ, അകത്തു പോയി റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് നാളെ സംസാരിക്കാം. താങ്ക് യു. ഇനി നമ്മൾ എന്ത് ചെയ്യും? പലതും ചെയ്തു തീർക്കാറുണ്ട്. അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനെന്നെ രക്ഷിച്ചു? നശിച്ചു പോയ എന്റെ ജീവിതത്തിലേക്ക് എന്തിനു വീണ്ടും വന്നു? നിന്നെ നശിപ്പിച്ചവരോട് പകരം ചോദിക്കാൻ, അവരുടെ തടവറയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ. എല്ലാം നഷ്ടപ്പെട്ടു പോയ എന്നെ രക്ഷിച്ചിട്ട് എന്ത് പ്രയോജനം?
എന്നെ മറന്നേക്കൂ. Please forget me. പറയാൻ എന്തെളുപ്പം. നിനക്കറിയാമോ, നിയമത്തിന് മുന്നിൽ ഞാൻ ഇന്നൊരു കൊലപാതകയാണ്. കൊലപാതകയോ? അതെ. നിന്നെ തിരഞ്ഞുപോയ എന്നെയും ലോബോയെയും റീത്തയുടെ ഗുണ്ടകൾ ആക്രമിച്ചു. ലോബോയെ അവർ കൊന്നു. What? എന്റെ ലോബോയെ അവർ കൊന്നു? My God! എന്റെ ലോബോ, എന്റെ ലോബോ. ബി കെയർഫുൾ. ശങ്കർദാസിന്റെ ബ്ലാക്ക് ആറ്റ് ഇവിടെ എത്തി. നോ, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ പുറത്തു വരരുത്. നിങ്ങൾ ആരാ? എന്ത് വേണം? പറയടി, എവിടെ ലിയോണ? എനിക്കറിയില്ല. എവിടെയാണ്? എനിക്കറിയില്ല. നിനക്കറിയാം. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കറിയില്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. ശരി. മന്ത്രിസഭ പ്രതിസന്ധി, ആയുധ ഇടപാടുകളുടെ അഴിമതിയുടെ കഥ, ഒരു അജ്ഞാതനിൽ നിന്ന്. ഇതിനെല്ലാം കാരണം താൻ ഒരുത്തനാണ്. ഞാൻ PM-നോട് എന്താണ് സമാധാനം പറയേണ്ടത്? പാർട്ടിയോട് എന്ത് പറയും? ഈ അവസാന നിമിഷത്തിൽ ഞാനും തന്നോടൊപ്പം വന്ന് ചേർന്നല്ലോ. ഛേ, എന്റെ തലവിധി. ആ ഫോണൊന്നെടുക്കും. ഹലോ, യെസ്, അതെ സാർ, PM ആണ്. ഞാൻ ഇല്ലെന്ന് പറ. ഇവിടെ ഇല്ല സാർ. അറിയില്ല സാർ. പറയാം സാർ. ഹലോ, അതെ, ആരാ? സാർ, ലിയോണയാ. ലിയോണയോ? യെസ്, ലിയോണ. അല്ല, ലിയോണയുടെ ബോയ് ഫ്രണ്ട് ഏണസ് ഡൂബിയർ. നിങ്ങളുടെ രഹസ്യങ്ങൾ പ്രതിപക്ഷത്തിനും പത്രത്തിനും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കൊടുക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിക്കണമെന്നില്ല. നമുക്ക് ഒരു കോംപ്രമൈസ് ആകാം. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങൾക്ക് ആ ഫയലുകൾ മടക്കി തരാം. പക്ഷേ 10 ലക്ഷം രൂപ പ്രതിഫലമായി തരണം. 20 lakhs വേണമെങ്കിലും തരാം. എവിടെ വേണമെങ്കിലും എത്തിക്കാം. നിങ്ങൾ ആ ഫയലുകൾ ആർക്കും കൊടുക്കരുത്, പ്ലീസ്. ആ എഗ്രിമെന്റ് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം. തനിച്ച് ഐഡിയൽ ബീച്ച് റിസോർട്ടിൽ വരണം. അവിടുത്തെ റിസപ്ഷനിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അവിടെ വെച്ച് പണവും ഫയലും കൈമാറാം. ശരി, ഞാൻ അവിടെ വരാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
ഹലോ. അതെ, ഉണ്ടല്ലോ സാർ. സാറിനൊരു ഫോൺ. യെസ്, എവിടെയാണ്? നിങ്ങൾ ആവശ്യപ്പെട്ട് കൊണ്ടിട്ടുണ്ട്. മിസ്റ്റർ ശങ്കർദാസ്, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു മാറ്റം. ഞങ്ങൾ ഹോട്ടൽ സീ ബ്രീസിൽ റൂം നമ്പർ 303 ഉണ്ടാകും. ഹലോ ഹലോ, ഏണസ്, ഏണസ്. ഹലോ ഹലോ, ഞാൻ റീറ്റയാണ്. റീറ്റയോ? ലിയോണി ഏണസ്റ്റും ഇവിടുണ്ട്. ഉടനെ ഇങ്ങോട്ട് വരിക. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ ഉടനെ വരാം. വെൽക്കം ഓണറബിൾ മിനിസ്റ്റർ. സാധാരണ മന്ത്രിമാരൊന്നും പറയുന്ന സമയത്ത് എവിടെ എത്താറില്ല. താങ്കൾ കൃത്യനിഷ്ഠ പാലിച്ചിരിക്കുന്നു. താങ്ക് യു. ഇതാ നിങ്ങൾ പറഞ്ഞ പണം. തുറന്നു പോയിക്കൊള്ളൂ. എന്റെ ഫയലുകൾ തിരിച്ചു തരും. തിരക്ക് പിടിക്കാതെ മിസ്റ്റർ. ഇവിടെ വരുത്തിയതിന്റെ കാരണം ഇവിടെ വെച്ച് തുടങ്ങിയ കണക്കുകൾ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാനാണ്. അതല്ലേ ഭംഗി? ഞാൻ തയ്യാർ. ഇതാ പണം. ഇല്ല, അതിനു മുമ്പ് വഞ്ചന, കൊലപാതകം, അങ്ങനെയാണല്ലോ നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നീ വഞ്ചകനാണെന്ന്. പണത്തോടൊപ്പം തോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ല. നീ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ കൈകൊണ്ട് തന്നെ ഒരു കൊലപാതകം ചെയ്യണം. വാട്ട് ഡു യു മീൻ? ഇതാ ഈ നിൽക്കുന്ന റീത്തയുണ്ടല്ലോ, നിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നവൾ. അവളെ നീ തന്നെ കൊല്ലണം. ഡ്രോപ്പ് യുവർ ഗൺ. തോക്ക് താഴെ ഇടാൻ. നോ, തീർച്ചയായും നിനക്ക് അവളെ കൊല്ലാം. എങ്കിൽ എടാ ശങ്കർദാസേ, നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഡോട്ട് ഗൺ. ഇനി ഉന്നം തെറ്റരുത്. തെറ്റിയാൽ മരിക്കുന്നത് നീയായിരിക്കും. ഹലോ, പോലീസ് സ്റ്റേഷൻ.
ഒരു കൊലപാതകയെ നിങ്ങൾക്ക് കൈയോടെ പിടികൂടാ. അതെ, റീത്താസ് എന്റർപ്രൈസസിൽ. കൊലപാതക ആരെന്നോ? നമ്മുടെ നാടിന്റെ ബഹുമാന്യനായ മന്ത്രി ശങ്കർദാസ്. നിന്നെ ഈ നിമിഷം എനിക്ക് കൊല്ലാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നീ ചെയ്ത ക്രൂരതകൾക്ക് നീ ഇഞ്ചിഞ്ചായി വേദനിച്ച് മരിക്കുന്നത് എനിക്ക് കാണണം.
ഇൻസ്പെക്ടർ, ഒരടി മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളുടെ മുമ്പിൽ മരിച്ചു വീഴും. ഈ നിൽക്കുന്ന മന്ത്രി ശങ്കർദാസിനെ കുറിച്ച് നിങ്ങൾ ചിലത് അറിഞ്ഞിരിക്കണം. ഇവൻ കള്ളനാണ്, നയവഞ്ചകനാണ്, അഴിമതി വീരനാണ്. ഇതാ വ്യക്തമായ തെളിവുകൾ. ആ തെളിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവനെ ശിക്ഷിക്കാൻ കഴിയുമോ? ഇവിടുത്തെ നിയമത്തിന് ഇവനെ ശിക്ഷിക്കാൻ കഴിയുമോ? നമ്മുടെ ഭരണകൂടത്തിന് ഇവനെ ശിക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഇവനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് കൊന്നാൽ പോലും നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് കോടതി വേണം, കോടതിക്ക് തെളിവുകൾ വേണം. ഇതാ ഒരു രാജ്യദ്രോഹി കൂടി നിയമത്തിന് വിട്ടുതരുന്നു. ലിയോണ, ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല